ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ ആണോ വേണ്ടത്, ടിപ്സ് ആണോ വേണ്ടത്, മോട്ടിവേഷൻ ആണോ വേണ്ടത്? അപ്പോ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു മോട്ടിവേഷൻ വീഡിയോ കൂടി വേണമെന്ന്. അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു മോട്ടിവേഷൻ ഒരു സ്പീക്കാണ് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്റെ ഒരു എക്സ്പീരിയൻസ്, എന്റെ ഒരു അനുഭവമാണ് പറയുന്നത്. എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ വസ്ത്രം കണ്ട്, അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ട് ആരെയും വിലയിരുത്തരുത്. എനിക്ക് ഞാൻ പഠിച്ച ഒരു പാഠമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞങ്ങള് ഒരു പ്രാവശ്യം ഞാൻ ഡൽഹി വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങൾ ഞങ്ങള് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, 10-25 പേരുണ്ടായിരുന്നു. എല്ലാരും കൂടെ ഡൽഹിയിൽ നിന്ന് നമ്മുടെ KK എക്സ്പ്രസിൽ കയറി ഞങ്ങള് എല്ലാരും കൂടെ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ UP ഒക്കെ ആയപ്പോഴത്തേന് UPയിൽ നിന്ന് ഒരാള് ട്രെയിനിൽ കയറി. അദ്ദേഹത്തിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര മുഷിഞ്ഞ ഒരു വേഷമായിരുന്നു ധരിച്ചിരുന്നത്. ഭയങ്കര ചെളി പുരണ്ട ഒരു ഡ്രസ്സ്, പിന്നെ ഈ അടുക്കടുക്കുള്ള പാത്രത്തിൽ ഫുഡ്, ഒട്ടും വൃത്തിയില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കാണ് ഇദ്ദേഹം വന്നിരുന്നത്. അപ്പൊ ഞങ്ങള് പിള്ളേര് തമ്മിൽ അന്താക്ഷരി കളിക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അങ്ങനെ യാത്ര ചെയ്തു. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഞങ്ങൾ നോക്കുമ്പോൾ ബർത്തേ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേനും എഴുന്നേറ്റ് ചമ്പ്രം പടഞ്ഞ് നമ്മുടെ ട്രെയിനിന്റെ സീറ്റിൽ തന്നെ ഇരിക്കുന്നു. സീറ്റിൽ ഇരുന്നിട്ട് ചോറ്റുപാത്രം, ഈ അടുക്കടുക്കുള്ള പാത്രമുണ്ട്, അതിനകത്തുനിന്ന് വൈറ്റ് റൈസും പിന്നെ എന്തോ ദാൽ കറിയും അതൊക്കെ എടുത്ത് കഴിക്കുന്നു. പിന്നെ വീണ്ടും കിടന്നുറങ്ങുന്നു. നമുക്കൊരു കോമഡി ആയിട്ടോ എന്തോ ഒരു പിള്ളേരെ കളിയാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ സെക്കൻഡ് ഡേ ആയപ്പോഴും പുള്ളി അവിടെ ഇരുന്ന് എന്തൊക്കെയോ വായിക്കുന്ന കണ്ടു. അപ്പൊ ഞങ്ങള് വീണ്ടും അന്താക്ഷരി കളിക്കുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അങ്ങനെയൊക്കെയായി. അത് കഴിഞ്ഞ് പിന്നെ അന്താക്ഷരി എല്ലാം കഴിഞ്ഞു. അത് മലയാളം പാട്ട് അന്താക്ഷരി കളിക്കുന്നു, ഹിന്ദി പാട്ട് അന്താക്ഷരി കളിക്കുന്നു. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച കൂട്ടത്തില് ഞങ്ങള് ജനറൽ നോളജ്, ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യന് അതൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ആർക്കും ക്വസ്റ്റ്യൻ അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അദ്ദേഹം അതിന്റെ ആൻസർ പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാരും അതിശയിച്ചു പോയി. അങ്ങനെ ഇയാള് ആൻസർ പറഞ്ഞപ്പോഴത്തേനും ഞങ്ങള് എല്ലാരും ചിരിച്ചു. പിന്നെ വീണ്ടും ഞങ്ങള് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടന്നു. അങ്ങനെ വീണ്ടും എന്തോ ക്വസ്റ്റ്യന് അറിയാതെ വന്നപ്പോഴത്തേനും ഇദ്ദേഹം അതിന്റെ ആൻസർ പറയുന്നു. അത് കഴിഞ്ഞ് അന്നേരപ്പോഴും എല്ലാരും ചിരിച്ചു. പിന്നെ എവിടെ പോവാന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ട്രിവാൻഡ്രത്ത് പോവാന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്തോട്ട് യാത്ര ചെയ്യുവാണ്. നിങ്ങൾ ഏത് നാട്ടുകാരെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളികളാണ്, ഞങ്ങള് കേരളത്തിലുള്ളവരാണ്, പല പല സ്ഥലങ്ങളിലുള്ളവരാണ്, നേഴ്സുമാരാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പം ട്രിവാൻഡ്രത്തോട്ട് എന്തിനു പോവാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ചെറിയ ചിരിച്ചതേ ഉള്ളൂ. പിന്നെ തേർഡ് ഡേ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങള് കൂടുതൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പം അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല അറിവുള്ള മനുഷ്യനായിട്ട് തോന്നി. പിന്നെ ഞാൻ ചോദിച്ചു, എന്തിനാണ് കേരളത്തിൽ പോകുന്നത്, എന്തിനാണ് ട്രിവാൻഡ്രത്ത് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണെന്ന് പറഞ്ഞത്, അദ്ദേഹം സിവിൽ സർവീസിന് ഫസ്റ്റ് റാങ്ക് ഇട്ടിട്ട് മെഡൽ വാങ്ങിക്കാൻ പോവാണ് എന്ന് പറഞ്ഞത്. അത് കേട്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കാര്യത്തിനാണ് അദ്ദേഹം പോകുന്നതെന്നും അത്ര അറിവുള്ളൊരു മനുഷ്യനാണെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. എല്ലാവരും ഭയങ്കര ഷോക്കായി പോയി. പിന്നെ ഞങ്ങൾ കുറെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത കാര്യങ്ങളില്ല, ലോകവിവരം, എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നല്ല ധാരണയുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വീട്ടുകാരെ കുറിച്ചും അങ്ങനെ വളർന്നു വന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ കർഷകരായിരുന്നു. അപ്പം എനിക്ക് ചെറുപ്പം മുതല് പഠിച്ച് വലിയ ആളാകണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സിവിൽ സർവീസിന് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു, ഓരോ ദിവസവും വായിക്കുമായിരുന്നു, പുതിയ അറിവുകൾ കളക്ട് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമവും ഒരുപാട് സന്തോഷവും ഒക്കെ തോന്നി. പിന്നെ അത് തന്നെ ലൈഫിലൊരു
ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമാണ്. നമ്മൾ ആരെയും അവരുടെ വസ്ത്രം കണ്ടോ, അവരിട്ടിരിക്കുന്ന തുണി കണ്ടോ, ഇപ്പൊ മുഷിഞ്ഞ തുണിയാണെങ്കിലും മോഡേൺ ഡ്രസ് ആണെങ്കിലും ഇതൊന്നും കണ്ട് ആരെയും വിലയിരുത്തരുത്. ഇപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മുഷിഞ്ഞ വസ്ത്രമിട്ട് ഒരാൾ വരുമ്പോഴത്തേനും പലരും അവരെ നമ്മൾ മാറ്റി നിർത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ പലയിടത്തും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ മോഡേൺ ഡ്രസ് ഇട്ട് വരുന്നവരെന്തോ മോഡേൺ ഡ്രസ് ഇട്ട് വരുന്നവരോടും പലർക്കും ഒരു പുച്ഛഭാവമാണ്, അവര് വലിയ ആൾക്കാരാണെന്ന് അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ആരെയും വസ്ത്രം കണ്ട് നമ്മൾ വിലയിരുത്തരുത്. പലർക്കും അവരുടേതായ ഒരു ഐഡന്റിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മോഡേൺ ഡ്രസ് ഇട്ടുകൊണ്ടോ മുഷിഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ടോ അവര് വില കുറഞ്ഞവരാണെന്നോ, മോഡേൺ ഡ്രസ് ഇട്ടുന്നവര് ഭയങ്കര മോഡേൺ ആണ്, അവരൊന്നിനും കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് മനുഷ്യ സ്നേഹമില്ലെന്നോ അങ്ങനൊന്നുമല്ല. ഓരോരുത്തരുടെ അവകാശമാണ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക എന്നുള്ളത്. നമ്മൾ ആരെയും അത് കണ്ട് വിലയിരുത്തരുത്. അതെനിക്ക് കിട്ടിയ ഒരു പാഠമാണ്. അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.